പവിത്ര വരുമ്പോൾ അരവിന്ദന്റെ തലയ്ക്കും കൈക്കൊക്കെ കെട്ടുമായി കണ്ണുകളടച്ച് ബെഡിൽ കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പവിത്ര അരവിന്ദന്റെ അരികിലേക്ക് വന്നിരുന്നു. അവൻ കണ്ണുകളടച്ച് കിടക്കുന്നത് കണ്ടതും പവിത്ര മുഖത്തില്ലാത്ത വിഷമമുള്ളതാക്കി വരുത്തി. അരവിന്ദ് നോക്കുമ്പോൾ താൻ അവൻ്റെ അവസ്ഥയോർത്ത് ഒരുപാട് സങ്കടത്തിലാണെന്ന് കാണിക്കുന്നതിനായി പവിത്ര തൻ്റെ ബാഗിൽ നിന്നും ഗ്ലിസറിൻ എടുത്ത് കണ്ണിലേക്ക് ഒഴിച്ചു. എന്നിട്ട് വേഗം അത് ബാഗിലേക്കിട്ട് അടച്ചു വെച്ചു. അവൾ അരവിന്ദിൻ്റെ കയ്യിൽ മെല്ലെ തലോടിക്കൊണ്ട് കരയാൻ തുടങ്ങി. പവിത്രയുടെ കരച്ചിൽ കേട്ടാണ് അരവിന്ദ് കണ്ണുകൾ തുറന്നത്. നിർത്തുന്നുണ്ടോ നിന്റെ കണ്ണീർ പരമ്പര? ആര് കാണിക്കാനാടി ഈ പൂങ്കണ്ണീര്? എന്നെ കാണിക്കാനാണെങ്കിൽ വേണ്ട. അരവിന്ദ് ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ അവൾക്കുള്ള ഉത്തരം നൽകിയിരുന്നു. അപ്പോഴേക്കും അവനുള്ള മരുന്നുമായി നഴ്സ് അങ്ങോട്ട് വന്നു. അരവിന്ദിന് അത് നൽകിയതിനു ശേഷം അവൻ നേരെ ഇരിക്കണമെന്ന് പറഞ്ഞതും ഒരു പില്ലോ വെച്ച് താങ്ങി അവനെ ബെഡിൽ ഇരുത്തിയിട്ട് അവർ പോയി. അരവിന്ദിന് ബെഡിൽ നിന്നും നേരെ ഇരിക്കണമെന്ന് തോന്നിയെങ്കിൽ ഞാൻ ഇരുത്താമായിരുന്നില്ലേ? അരവിന്ദ് അതിന് മറുപടിയൊന്നും പറയാതെ ഇരുന്നു. അത് കണ്ടതും വീണ്ടും പവിത്ര കരയാൻ തുടങ്ങി. എന്നാലും എൻ്റെ അരവിന്ദത്തിനോട് ഈ കണ്ണിൽ ചോരയില്ലായ്മ കാണിക്കാൻ ആർക്കാ തോന്നിയേ? ആരായാലും അവരാരും ഒരു കാലത്തും ഗുണം പിടിക്കില്ല, നോക്കിക്കോ. നിന്നോട് ഞാൻ പറഞ്ഞു ഈ കള്ളക്കണ്ണീർ എൻ്റെ മുന്നിൽ വേണ്ടെന്ന്. അപ്പം ഞാൻ കാണിക്കുന്ന സ്നേഹം അഭിനയമെന്നാണോ നീ പറയുന്നേ? നിന്നെ ഞാൻ ഇന്നലെയും ഇന്നും കൊണ്ട് കാണാൻ തുടങ്ങിയതല്ല, വർഷം കുറേയായി നിന്നെ ഞാൻ അറിയാൻ തുടങ്ങിയിട്ട്. നീ പണ്ടു നിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രമേ മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കാറുള്ളൂ. എന്തിനേറെ സ്വന്തം തന്ത മരിച്ചപ്പോൾ പോലും കരയാതെ അന്ന് ഈവനിങ് തന്നെ ഷൂട്ടിങ്ങിനുണ്ടെന്ന് പറഞ്ഞു പോയവളല്ലേ നീ. അപ്പം പിന്നെ ജനിപ്പിച്ച തന്തയോട് പോലും തോന്നാത്ത സ്നേഹമൊന്നും നിനക്കെന്നോട് തോന്നത്തില്ലെന്ന് എനിക്കറിയാം. അരവിന്ദ് അങ്ങനെ പറയുമെന്ന് ഒരിക്കലും പവിത്ര കരുതിയില്ല. അതുകൊണ്ട് ഇനി തൻ്റെ കണ്ണുനീർ അഭിനയിക്കും അവൻ്റെ മുൻപിൽ വില പോകില്ലെന്ന് മനസ്സിലായതും അതോടെ അത് നിർത്തി. കുറച്ചു നേരമൊന്നും മിണ്ടാതെ ഇരുന്നിട്ട് അവൾ തന്നെ തുടർന്നു. എന്നാലും ആർക്കാ നിന്നോട് ഇത്രയ്ക്ക് വൈരാഗ്യം തോന്നിയേ? ഇനി ആ സഞ്ജയ് ആണോ? അയാൾ 2 ദിവസം മുന്നേ എന്നെ വിളിച്ചിരുന്നു, പല്ലവിയുടെ കാര്യം എന്താണെന്ന് അറിയാൻ. അയാൾക്ക് അവളെ കിട്ടിയാൽ തീരുമെന്ന്, നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന്. ഒരു കണക്കിന് നോക്കിയ അങ്ങേരാ നിന്റെ ഈ വളർച്ചയ്ക്കുള്ള പ്രധാന കാരണം. അങ്ങേർക്കൊപ്പം നിന്ന് പെൺപിള്ളാരെ ട്രാപ്പിലാക്കി വിറ്റുവഴിച്ചവരാ നമ്മൾ. അവസാനമായി അയാളുടെ കണ്ണ് വെട്ടിച്ച് നീയും മുരുകനും കൂടി പെണ്ണുങ്ങളെ ട്രാപ്പിലാക്കി. പല്ലവിയെ പോലും അയാൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട നിന്നോടും എന്നോടും അവളോട് സ്നേഹം നടിച്ചു പെരുമാറിയത്, അയാൾക്ക് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞത്. അതിനുവേണ്ടി നമ്മൾ ചോദിച്ചതിനേക്കാൾ അളവറ്റ പണമായിരുന്നു അയാൾ തന്നത്. ഇപ്പോഴും എനിക്കറിയില്ല അവൾക്ക് വേണ്ടി എന്തിനാ അയാൾ ഇത്രയും ക്യാഷ് മുടക്കുന്നതെന്ന്. എന്നാൽ നീ അയാളെ കൂടെ നിന്ന് ചതിച്ചു. ഒപ്പം ഞാനും. മുരുകൻ അവളെ കൊടുക്കാന്ന് പറഞ്ഞ് അവനെ നീ വശത്താക്കി. പിന്നെ സഞ്ജയെ പറ്റിച്ച് മുരുകൻ്റെ പല കള്ളക്കളിയുടെയും നിനക്കറിയാമെന്ന കാര്യവും ആ കാരണം കൊണ്ടാണ് അയാൾ നിനക്കൊപ്പം നിൽക്കുന്നേ. നീയൊക്കെ കൂടെ അവളുടെ പേരും പറഞ്ഞ് പലരെ കൂടെ ക്യാഷ് വാങ്ങിയെന്നറിഞ്ഞ അയാൾ ആരെയും വെറുതെ വെച്ചേക്കില്ല. അറിയാലോ അവൻ്റെ സ്വഭാവം, കൊന്നു തള്ളാൻ ഒരു മടിയുമില്ലാത്തവനവൻ. അതോർക്കുമ്പോഴേ എനിക്ക് പേടി. നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടെന്നറിഞ്ഞാൽ ഇനി അയാൾ അറിഞ്ഞിട്ട് കൂട്ടത്തിൽ ആരെങ്കിലും വെച്ച് തല്ലിപ്പിച്ചതാണോ നിന്നെ? ഞാനും നിങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് വല്ലതും അറിഞ്ഞോ? അതെല്ലാം പവിത്ര വെപ്രാളത്തോടെ പറഞ്ഞു നിർത്തി. നീ അരവിന്ദിനെ പറ്റി എന്താ കരുതിയിരിക്കുന്നേ? നിന്നെപ്പോലെ കൂടെ നിൽക്കുന്നവരെ ഒറ്റുന്ന പണി ഈ അരവിന്ദിനില്ല. പിന്നെ സഞ്ജയ് അവനൊപ്പം കൂടിയിട്ട് അവൻ്റെ കീഴിൽ നിന്ന് ഞാൻ പലതും നേടിയെടുത്ത് എന്ന് കരുതി അവൻ്റെ കീഴിൽ ജീവിതാവസാനം വരെ നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല. അവനറിയാതെ അവൻ ചെയ്യുന്ന അതേ പണി ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം 2 ഇതുവരെ അവന് എന്നെയോ മുരുകനെയോ എന്തിലേറെ അവൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്കിടക്ക് പങ്കിടുന്ന നിന്നെ പോലെ പോലും അവൻ സംശയിച്ചിട്ടില്ല. അപ്പം പിന്നെ എന്നെ അവൻ എങ്ങനെ സംശയിക്കാനാ? അഥവാ അവൻ എന്നെ സംശയിക്കുന്നുവെങ്കിൽ അത് ചിലപ്പോൾ നിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒറ്റിയിട്ടാവും. അല്ലാതെ അവനായിട്ട് എന്നെ സംശയിക്കില്ല. ഞാൻ ഒറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അരവിന്ദ്? ചില സമയത്ത് ഞാൻ പലതും ചെയ്തത് ഫിലിം ഇൻഡസ്ട്രിയിലൊന്ന് പിടിച്ചു നിൽക്കാൻ മാത്രമാണ്. അതിൽ നിനക്കും ഞാൻ എന്നാൽ കഴിയുന്ന വിധം ചെയ്തു തന്നിട്ടുള്ളേ. അതൊക്കെ എത്ര വേഗം നീ മറന്നു? അതൊക്കെ നിൻ്റെയും കൂടെ നേട്ടത്തിന് വേണ്ടിയിട്ടായിരുന്നു. നിൻ്റെ മുന്നിൽ തർക്കിക്കാൻ ഞാൻ ആളല്ല. സഞ്ജയ് അയാളല്ല എങ്കിൽ പിന്നെ ആരാ നിന്നോടിങ്ങനെ ചെയ്തത്? അത് നിൻ്റെ പെങ്ങളോട് പോയി ചോദിക്ക്. പല്ലവിയാണോ നിന്നെ ഈ പരുവത്തിലാക്കിയത്? നീ പറഞ്ഞു വരുന്നേ അവളെങ്ങനെ? അവൾക്കിതിനൊരിക്കലും കഴിയില്ല. പിന്നെങ്ങനെ? അതിനവളാണ് എന്നെ തല്ലിയെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അവളാ ഇതിന് കാരണമെന്ന് പറഞ്ഞതോ? കാരണക്കാരി അവളാ.
ബട്ട് എന്നെ ഈ പരുവത്തിലാക്കിയത് അവളുടെ മറ്റവൻ കർണൻ. അവനായതിന് കാരണം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ദിവസം അവളുടെയും അവൻ്റെയും ആ കുഞ്ഞിൻ്റെയും അവസാനമായിരിക്കും. അത് പറയുന്നതിനോടൊപ്പം അവൻ്റെ ഉള്ളിലുള്ള ദേഷ്യം പല്ലുകൾ കൊണ്ട് കടിച്ചു ഞെരിച്ചുകൊണ്ടിരുന്നു. പവിത്ര കർണൻ എന്ന പേര് കേട്ടതും കുറച്ചു മുൻപ് താനുമായി കൂട്ടിയിടിച്ച ആളിലേക്ക് അവളുടെ മനസ്സ് സഞ്ചരിച്ചു. ആ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അവനെയും ആ പേര് പറഞ്ഞാണ് ഒരാൾ വിളിച്ചത്. അയാളായിരിക്കുമോ ഇനി കർണനെന്നും പവിത്രക്കാകെ കൺഫ്യൂഷനായി. രണ്ടും ഒരാളാണോ അതോ വേറെ വേറെ ആളാണോ? ആരായാലും അത് തനിക്കുള്ളതെന്ന് അവൾ അവളുടെ മനസ്സിൽ ഉറപ്പിച്ചു. അയാളെ ഞാൻ കണ്ടിട്ടുണ്ടോ? നമ്മളെ അറിയുന്ന ആരെങ്കിലുമാണോ? കാണാൻ എങ്ങനെയിരിക്കും? അങ്ങനെ പലവിധ ചോദ്യങ്ങളായി പവിത്ര അരവിന്ദനോട് ചോദിച്ചു. ഞാനിവിടെ ഈ കിടപ്പ് കിടക്കുമ്പോൾ എന്നെ ഓർത്തല്ല അവളുടെ സങ്കടം. എന്നെ പരുവത്തിലാക്കിയവനെ പറ്റി അറിയാനാണ് അവളുടെ വെപ്രാളം. ഇനി നീ ഇവിടെ ഒരു നിമിഷം ഇരിക്കണമെന്നില്ല, നിനക്ക് പോകാം. അരവിന്ദ് അവളെ നോക്കി തറപ്പിച്ചു പറഞ്ഞു. പിന്നെ പവിത്ര ഒന്നും മിണ്ടാതെ ഇരുന്നു. കാരണം ഇനി വല്ലതും പറഞ്ഞ അടുത്ത അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പോലും മറന്ന് തനിക്കിട്ട് തരാൻ മടിക്കില്ലെന്നറിയാവുന്നത് കൊണ്ട് ഒന്നും മിണ്ടാതെ പവിത്ര ഇരുന്നു. കർണൻ മിത്തുമോളെയും കൊണ്ട് നേരെ ബീച്ചിലേക്ക് വന്നു. അവളെ അപ്പോഴും അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. മിത്തുമോളിൽ അതൊക്കെ പുതിയ വർണ്ണ കാഴ്ചകളായിരുന്നത് കൊണ്ട് അവൾ തൻ്റെ കുഞ്ഞിക്കൈകളിട്ട് അടിച്ചുകൊണ്ട് അവളുടെ സന്തോഷം അറിയിച്ചുകൊണ്ടിരുന്നു. കർണൻ അവളെ തന്നെ മതിമറന്ന് നോക്കി. കർണൻ അവളെയും കൊണ്ട് ബീച്ചിൽ നിന്ന് കുറച്ച് മാറി സൈഡിലായുള്ള ചിൽഡ്രൻസ് പാർക്കിൽ അവളെയും കൊണ്ട് പോയി. എന്നാൽ അവളെ ഇരുത്തി കളിപ്പിക്കാൻ പറ്റിയ ഒന്നും തന്നെ അവിടെ കണ്ടില്ല. പാർക്കിലെവിടെയും അവളെ ഒറ്റയ്ക്കിരുത്താനൊന്നും കഴിയില്ലായിരുന്നു. കാരണം അവൾക്ക് വെറും 9 മാസം പ്രായം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ മിത്തുമോൾ അവളേക്കാൾ പ്രായമുള്ള കുട്ടികൾ ഓരോന്നിൽ കയറി കളിക്കുന്നത് കാണുമ്പോൾ അവളും അതിലൊക്കെ കയറി കളിക്കാൻ കർണൻ്റെ കയ്യിലിരുന്ന് തന്നെ ആവേശം കാണിക്കുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയ കർണൻ അവളെ അവിടെയെല്ലാം ചുറ്റി നടന്ന് ഓരോന്ന് പറഞ്ഞു ചിരിപ്പിച്ചു കളിപ്പിച്ചും കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ കാന്താരിക്ക് അതിലേതേലും ഒന്ന് കയറി കളിക്കണം എന്നുള്ള നിലയിൽ കയ്യും കാലും ഇട്ടുമിടിച്ച് അവളുടെ കുഞ്ഞു ചുണ്ടുകൾ കൊണ്ട് ചിണുങ്ങുന്നുണ്ട്. അത് കണ്ടതും കർണനും സങ്കടം തോന്നി. അവസാനം ആ പാർക്കിലുള്ള ചെറിയ കുട്ടികൾക്കായുള്ള സ്ലൈഡറിൽ അവളെ ഇരുത്തിയിട്ട് കർണൻ അവളെ നന്നായി പിടിച്ചിരുന്നു. അവൻ ശ്രദ്ധയോടെ താഴേക്ക് അവളെ അവൻ്റെ കരങ്ങൾ കൊണ്ട് സ്ലൈഡറിലൂടെ ഇറക്കിയിട്ടു. മുകളിലോട്ട് കൊണ്ടുപോകുന്നതിനായി കാണിച്ചതും അപ്പോഴേക്കും മിത്തുമോളുടെ സങ്കടമെന്ന മുഖത്ത് സന്തോഷം നിറഞ്ഞു നിന്നു. അവൾ കർണനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. കർണൻ അവനെ നോക്കി അവൾ ചിരിക്കുമ്പോൾ ഉമ്മൾ കൊണ്ട് മൂടാൻ തോന്നി. ഒരിക്കലും അവനിലെ ലോകം ഇപ്പോൾ മിത്തുമോളിൽ മാത്രമായതുപോലെ. മിത്തുമോൾ മാത്രമല്ല, പല്ലവിയും തനിക്ക് ആരൊക്കെയോ ആണെന്ന് തോന്നൽ. പല്ലവിയുടെ ഓർമ്മയുടെ വന്നതും അവൻ മിത്തുമോളെയും എടുത്ത് മുന്നിലേക്ക് നടന്നു. അപ്പോഴും അവൾ കർണൻ്റെ തോളിലൂടെ തലയിട്ട് സ്ലൈഡറുള്ള ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ടായിരുന്നു അങ്ങോട്ട് പോകുന്നതിന് വേണ്ടി. മിത്തുമോൾക്കുള്ള മെഡിസിൻ വാങ്ങി അർച്ചനയ്ക്കൊപ്പം തിരിഞ്ഞു നടന്നതും തങ്ങൾക്കെതിരെ വരുന്ന പവിത്രയാണ് പല്ലവിയും അർച്ചനയും കാണുന്നത്. ബെസ്റ്റ്, ഇനി ഇവളുടെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതെന്തായാലും ഇപ്പോൾ തികഞ്ഞു. ഇതിനൊക്കെ ആരാണാവോ ഇപ്പോൾ ഇങ്ങോട്ട് കെട്ടിയിറക്കിയത്? അർച്ചനയ്ക്ക് പവിത്രയെ കാണും തോറും ദേഷ്യം ഇരച്ചു കയറി വന്നുകൊണ്ടിരുന്നു. പവിത്ര അവർക്ക് മുന്നിലേക്ക് വന്നു നിന്നു. കെട്ടിലമ്മ അവിടെ നിന്ന് പോന്നിട്ട് ഇവിടെ വന്ന് സുഖിക്കുവാണല്ലേ? ഇവിടെ വന്നപ്പോൾ ഇവളുമാർ നിനക്ക് മറ്റവനെയും ഉണ്ടാക്കി തന്നല്ലേ? ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കാൻ വരരുത് പ്ലീസ്. നിന്നോട് വഴക്കുണ്ടാക്കിയാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ ഉള്ളത്. അത്രയും പറഞ്ഞ അർച്ചനയ്ക്കൊപ്പം പോകാൻ നിന്ന പല്ലവി അവർക്ക് കുറുകെ അവളുടെ കൈവച്ച് തടഞ്ഞു നിർത്തി. അങ്ങനെ അങ്ങ് പോയാലെങ്ങനെ മോളെ? ഒന്നുമില്ലെങ്കിൽ ഞാൻ നിൻ്റെ ചേച്ചിയല്ലേ? ഫ്രീ ആയിട്ടാണെങ്കിൽ ഒരു കുഞ്ഞിനെയും തന്നില്ലേ നിനക്ക് ഞാൻ? അത് കേട്ടതും പല്ലവിക്ക് ദേഷ്യം വന്നു. ചേച്ചിയാണെന്ന് പോലും. ചേച്ചി, നിങ്ങൾക്ക് നാണമില്ലേ അങ്ങനെ പറയാൻ? സ്വന്തം അനുഗത്തിയെ പോലും വിറ്റ് പണം നേടാൻ നോക്കിയ നിങ്ങളാണോ ചേച്ചി? പിന്നെ കുഞ്ഞിൻ്റെ കാര്യം, അതിനെ ഇപ്പോഴും കൊല്ലാൻ നടക്കുവല്ലേ നിങ്ങൾ? എന്നിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ കഴിയുന്നു? നീ കൂടുതൽ സത്യാവധിയാവാൻ നോക്കല്ലേ? നീയും നിൻ്റെ പുതിയ മറ്റവനും ചേർന്ന് അരവിന്ദനെ ഈ പരുവത്തിലാക്കിയെന്ന് ഞാൻ അറിഞ്ഞു. നീ എന്നെ എപ്പോഴും പറയുമല്ലോ ഞാൻ കണ്ടവന്മാർക്കൊക്കെ ആണെന്ന്. അതേടി, ഞാൻ അങ്ങനെ തന്നെ ജീവിക്കുന്നേ. ഇനിയും അങ്ങനെ തന്നെ ജീവിക്കും. എന്നെ പറഞ്ഞ് നീയും ഇപ്പോൾ ഒരുത്തൻ്റെ കൂടെയല്ലടി. അവൻ മാത്രമല്ല, വേറെയും കാണും നിനക്ക്. കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് നീയും ഇവളുമാരൊക്കെ കൂട്ടിക്കാണിക്കുന്നത് ആരും അറിയില്ലെന്ന് കരുതിയോ? ഇനി ആ കുഞ്ഞിനെയും നീയൊക്കെ ആർക്കേലും. അത് പറഞ്ഞു തീരും മുന്നേ പല്ലവിയുടെ കൈ പവിത്രയുടെ കരണത്ത് പതിഞ്ഞു. അർച്ചന വാപ്പുത്തി പല്ലവിയെ നോക്കി നിന്നു.
ശരിക്കും പല്ലവി കൊടുത്തില്ലെങ്കിൽ അവൾ കൊടുക്കാനിരുന്ന അടിയ പല്ലവി തന്നെ കൊടുത്തത്. അടി കൊണ്ടിട്ട് വീണ്ടും പല്ലവിക്ക് നേരെ കൈ നീട്ടി വന്ന പവിത്രയുടെ കയ്യിൽ പിടിച്ച് പല്ലവി ശക്തിയായി തിരിച്ചു. എന്നിട്ട് കരണത്ത് ഒന്നുകൂടെ കൊടുത്തു. എത്ര കിട്ടിയാലും നന്നാവില്ലെന്ന് ഉറപ്പിച്ചിറങ്ങിയ ജന്മമാണ് നിൻ്റേത്. അങ്ങനെ നന്നാവുന്ന ജന്മമായിരുന്നെങ്കിൽ ഞാൻ ആദ്യം നിന്നെ തള്ളി ആ ദിവസം തന്നെ നീ നന്നായേനെ. നീ എന്താ കരുതിയൻ നിന്നെ പോലെയാണ് ഞാനെന്നോ? എന്നാ നിനക്ക് തെറ്റി. ഒരച്ഛൻ്റെ മകളായിരുന്നാൽ പോലും എൻ്റെ ശരീരത്തിൽ ഓടുന്നത് എൻ്റെ അച്ഛൻ്റെ രക്തമാണ്. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് നിന്നെ പോലെ ആവാൻ കഴിയില്ല. നീ ഇപ്പം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ നിന്റെ ശരീരത്തിൽ ഓടുന്ന ചോര വൃത്തികെട്ട സ്ത്രീയുടെ ആയതുകൊണ്ട് മാത്രമാണ്. ഇനി നീ എന്നെയും എൻ്റെ മിത്തുമോളെയും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ഉറപ്പിച്ചിറങ്ങാനാണ് തീരുമാനിച്ചതെങ്കിൽ ഒന്നോർത്തോ, നിന്നെ ഞാൻ കൊന്നിരിക്കും. കാരണം ഇതാ പഴയ നീയും നിന്റെ മറ്റവനും പറയുന്നതൊക്കെ കേട്ട് സഹിച്ചു നിന്ന പല്ലവിയല്ല, നിങ്ങളുടെ എല്ലാ കൊള്ളരുതായ്മയും കണ്ട് സഹികെട്ടു നിൽക്കുന്ന പല്ലവിയാണ്. അതുകൊണ്ട് ഞാൻ എന്തും ചെയ്യില്ലെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി മേലിൽ എൻ്റെ കൺമുന്നിൽ നീ ഇതുപോലെ എന്തേലും പറഞ്ഞു വന്ന അന്ന് നിന്റെ അവസാനം എൻ്റെ ഈ കരങ്ങൾ കൊണ്ടായിരിക്കും. ഓർത്തു വച്ചാൽ നിനക്ക് തന്നെ കൊള്ളാം. അത്രയും പറഞ്ഞുകൊണ്ട് പല്ലവി പിടിച്ച പവിത്രയുടെ കൈകൾ അവൾ തട്ടിയെറിഞ്ഞ് നടക്കാൻ പോയതും ചുറ്റും നിൽക്കുന്ന ആൾക്കാർ പവിത്രയെ പുച്ഛം കലർന്ന രീതിയിൽ നോക്കുന്നത് കണ്ടതും അവളിലെ ദേഷ്യം ഇരച്ചു പൊന്തി. നിമിഷ നേരം കൊണ്ട് പല്ലവി പിടിച്ചുവിട്ട അതേ പല്ലവിയുടെ കയ്യിൽ പവിത്ര പിടുത്തമിട്ടു. ഇവൾക്ക് ഇത്രയും കിട്ടിയത് മതിയായില്ല എന്ന് തോന്നുന്നു. അർച്ചന പവിത്രയെ നോക്കി അത് പറയുമ്പോൾ അവളിൽ ഒരു ഭാവ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. നീ എന്നെ തള്ളിയിട്ട് ഇവിടുന്ന് പോകാമെന്ന് കരുതിയോടി. എന്നെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു കൊടുക്കാനും അറിയാം. അത്രയും പറഞ്ഞ് പല്ലവിക്ക് നേരെ അവൾ കൈ ഉയർത്തിയതും പല്ലവി അത് തടയും മുന്നേ മറ്റാരുടെയോ അടിയേറ്റ് പല്ലവിയുടെ കൈയിലെ പിടിവിട്ട് അവളുടെ അടി കൊണ്ട കവളിൽ പവിത്ര പൊത്തിപ്പിടിച്ചു. പല്ലവിയും അർച്ചനയും നോക്കുമ്പോൾ ദേഷ്യത്തിൽ അവളെ നോക്കി നിൽക്കുന്ന ഒരാളെയാണ് കണ്ടത്. പല്ലവിയും അർച്ചനയും അതാരെന്ന് മനസ്സിലാവാതെ പരസ്പരം മാറി മാറി നോക്കുന്നുണ്ട്. എന്നാൽ പവിത്ര ഒരു കൈ കൊണ്ട് കവളിൽ പൊത്തിപ്പിടിച്ച് മുന്നിലേക്ക് നോക്കുമ്പോൾ തന്നെ ദേഷ്യത്തിൽ ചുട്ടരിക്കാനുള്ള നോട്ടവുമായി നിൽക്കുന്ന ആളെ കണ്ടതും അവളുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു. ഒപ്പം സഞ്ജയ് എന്ന് ഉരുവിടുമ്പോൾ അവളുടെ വായിൽ നിന്നും ചോരയും ഒലിച്ചിറങ്ങി.